നമസ്കാരം. പ്രാദേശിക സഞ്ചാരത്തിൻ്റെ 26ാമത്തെ പരിപാടിയാണ്. ഇവിടെ നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലെ കൊമ്പൈ ട്രക്കിംഗ് ആണ് നമ്മളിന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 21 പേരാണ് നമുക്ക് ടോട്ടലുള്ളത്. ഇപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പോവേണ്ടതായിട്ടുള്ള എല്ലാ ആൾക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ബോട്ടിൽ 1 മണിക്കൂറോളം ബോട്ടിൽ പോകണം. അതിനു മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ 2 സ്ഥിരയാത്രികരുണ്ട്, വിനായകൻ സാറും നമ്മളെ അർച്ചന ടീച്ചറും. അപ്പോൾ അവരുടെ 16ാമത്തെ വിവാഹ വാർഷികമാണ്. അപ്പോൾ ആ വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രിയപ്പെട്ട വിനായകൻ സാറിന്റെയും അതുപോലെ അർച്ചന ടീച്ചറുടെയും വിവാഹ വാർഷികമാണ്. അപ്പൊ ഇത്ര മനോഹരമായിട്ട് വളരെ സർപ്രൈസ് ആയിട്ട് ഒരു വിവാഹ വാർഷികം മെമ്മറബിൾ ആക്കി മാറ്റിയ പ്രാദേശിക സഞ്ചാരത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം കൊണ്ട് കണ്ടതായിരുന്നു. പ്രത്യേകിച്ച് കേക്ക് കൊണ്ടുതന്ന വൈഫിനൊരു സ്പെഷ്യൽ താങ്ക്സ്. നമ്മളിതാ കൊമ്പയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മള് ബോട്ടിൽ വന്ന് ഇറങ്ങി. ഇപ്പോൾ കൊമ്പൈ എന്ന് പറയുന്ന കൊമ്പൈപ്പാറ എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. എല്ലാ സാധനങ്ങളും, അരിയും അതുപോലെ മീനും ഇറച്ചിയും സാധനങ്ങളും ഒക്കെ കയ്യിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. കാടിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. എല്ലാവരെയും വളരെ ഗൂഢമായിട്ടുള്ള കാട്ടിലേക്ക് എത്തണുള്ളൂ. നമ്മൾ ഒരു 1.5 കിലോമീറ്ററിൽ അപ്പുറമായി നമ്മളിപ്പോൾ വന്നു തുടങ്ങിയിട്ട്. 6 കിലോമീറ്ററോളം ഉണ്ട്. ഇതാ നെയ്യാർ ഡാമിൻ്റെ ഭാഗങ്ങളാണ്. അതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ എത്തുക. ഏകദേശം ഒരു നല്ല വൈബുള്ള സ്ഥലങ്ങളാണ് മൊത്തം. കാണുന്ന കാടും അതുപോലെ ഈ പുഴയോരും ഒക്കെ കടന്ന് എത്താവുന്ന രീതിയിലുള്ള ഒരു നല്ല രസകരമായ സ്ഥലത്തുകൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഈ കൊമ്പൈ ഭാഗത്തെ ട്രൈബൽ ആളുകളുള്ള ഒരു സ്ഥലമാണ്. അതിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അല്പം ചെറുതായിട്ട് വിശ്രമിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്.
നമ്മൾ ഏകദേശം 2-2.5 കിലോമീറ്റർ ഇപ്പോൾ കടന്നിട്ടുണ്ട്. ഇനി ഒരു 4-4.5 കിലോമീറ്ററോളം കൂടി പോകണം. ഇപ്പോൾ 11 മണി ആയിട്ടുണ്ട്. ഒരു 12-12:30 കൂടി ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിച്ചേരാൻ പറ്റും. സുഹൃത്തുക്കളെ, നമ്മളെ ഈ ട്രക്കിങ്ങിൻ്റെ ഭാഗം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ചാരുപാറ എന്നാണ്. നമ്മൾ നെയ്യാർ ഡാമിൽ നിന്ന് നമ്മൾ കൊമ്പയിൽ കെട്ടത്തിൽ വന്നിട്ട് അവിടെ നിന്ന് ട്രക്കിംഗ് ആയി നടന്ന് കൊമ്പൈ കാണി സെറ്റിൽമെൻറ്റും നമ്മൾ 1000 സെറ്റിൽമെൻറ്റും കവർ ചെയ്ത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ വരുന്നത് ചാരുപാറയാണ്. ഈ ചാരുപാറ എന്ന് പറയുന്ന നെയ്യാറിൻ്റെ മെയിൻ നദിയാണ് ഈ ഒഴുകി പോകുന്നത്. നമ്മൾ നെയ്യാർ ഡാമിൻ്റെ 2 നദികൾ, ഒന്ന് കാരാറും ഒന്ന് നെയ്യാറും. അതിൽ മെയിൻ പോഷക നദിയായ ഈ നെയ്യാറിൻ്റെ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിനവിടെ എത്തും. അവിടെ നമുക്ക് ആഹാരം പാചകം ചെയ്ത് കഴിച്ചിട്ട് അവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്, ഒരു കെട്ടർ IB ഉണ്ട്. അവിടെ നമുക്ക് വിശ്രമിച്ചിട്ട് തിരിച്ച് നമ്മൾ ഒരു 4-4:30 നമ്മൾ കൊമ്പൈ കെട്ടത്തിലെത്താനുള്ള കണക്കിന് നമുക്ക് അവിടെ നിന്ന് മൂവ് ചെയ്യണം. അപ്പം ഇതാണ് നമ്മളിപ്പം തൽക്കാലം ഹാൾട്ട് ചെയ്യുന്ന സ്ഥലം. ഈ നദി സ്റ്റാർട്ട് ചെയ്യുന്നത് പൊങ്കാലപ്പാറ, അഗസ്ത്യാർകൂടത്തിന് നേരെ താഴെ പൊങ്കാലപ്പാറ, അതിരുമല, ആ ഭാഗത്തിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന നദിയാണ്. ശുദ്ധമായ വെള്ളമാണ്. ഇതിൽ വന്യജീവികളെല്ലാം ആശ്രയിക്കുന്ന ഒരു പുഴയാണിത്. ഇതിന് ബാക്കി കൈ നദികളുണ്ട്. അതെല്ലാം കൂടി യോജിച്ചാണ് ഈ ഒരു വലിയ പുഴയായി നെയ്യാറിലേക്ക് പോയി ചേരുന്നത്. ഈ നെയ്യാറിൽ ചെന്ന് ഉത്ഭവിക്കുന്ന സ്ഥലത്തിന്റെ പേര് ഉത്തരംകയം എന്നാണ്. ഉത്തരംകയം. അവിടം വരെ നമ്മളെ നെയ്യാറിന്റെ റിസർവർ ഉണ്ട്. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇപ്പുറത്ത് കുറച്ച് ആളുകൾ ഇതാ ഇവിടെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് ആളുകൾ വന്നിരിക്കുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഉണ്ട്. എല്ലാവരും വെള്ളച്ചാട്ടത്തിലൊക്കെ കുളിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം എന്താ നമ്മുടെ പാചകം, ചോറും മീൻകറിയും, ഇപ്പുറത്ത് ചക്ക ഉണ്ട്, സാമ്പാറുണ്ട്. ഇതാ ചക്ക റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ കപ്പയും മീൻകറിയാണ്. ഇത്തവണ നമ്മളൊന്നൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ചക്കയും മീൻകറിയും ആക്കിയിട്ടുണ്ട്. പിന്നെ ചോറ് തിളയ്ക്കണമല്ലോ. ഇപ്പുറത്ത് നമ്മുടെ ചേട്ടന്മാരുണ്ട്. അവരിതാ എല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഇവിടെ ഈ സൈഡിൽ നിൽക്കുന്നുണ്ട്. ഒരു ലേശം ഉന്മാദത്തിന്റെ അസുഖമുള്ള ആളുകളാണ്. വെള്ളം കണ്ട വേറെ ഒന്നും വേണ്ട.
ഹായ്, എൻ്റെ പേര് വിനു. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നു. മെയ് 10-11 നടന്ന കൊമ്പൈ ട്രെക്കിംഗ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരുപാട് ആയാസകരമായൊരു ട്രിപ്പല്ല. കുറേ പേര് ഇതിനു മുന്നേ പല പ്രാവശ്യം പ്രാദേശിക സഞ്ചാരത്തിൻ്റെ കൂടെ യാത്ര ചെയ്തതായതുകൊണ്ട് അവർ പരസ്പരം നല്ല സൗഹൃദമുള്ളവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനുള്ള മനസ്സുള്ളവരുമാണ്. സോ ഓവറോൾ ഐ എൻജോയ്ഡ് ഇറ്റ്. ഹോപ്പ്ഫുള്ളി ഐ വിൽ ജോയിൻ ഫോർ കമ്മിങ് ട്രിപ്സ് ഓഫ് പ്രാദേശിക സഞ്ചാരം. താങ്ക് യു. എൻ്റെ പേര് ഹരിത. എൻ്റെ സ്ഥലം തൃശ്ശൂരാണ്. ഈ പ്രാദേശിക സഞ്ചാരം എന്നുള്ള ടീമിൻ്റെ ഭാഗമായിട്ട് കോമ്പൈ ട്രെക്കിങ്ങിന് ആൻഡ് സ്റ്റേ ക്യാമ്പായിട്ടാണ് ഇവിടെ ഇപ്പോൾ ഇന്ന് 2 ദിവസത്തെ പരിപാടിയായിട്ടാണ് ഇവിടെ വന്നത്. എന്ത് കാര്യം ഒരു ഫസ്റ്റ് ആയിട്ട് ടൈം ചെയ്യുമ്പോൾ നമുക്ക് അതിന് ഒരു ടെൻഷൻ ഉണ്ടാവും. കാരണം എല്ലാവരും പുതിയ ആൾക്കാരാണ്, ഈ സ്ഥലം പുതിയതാണ്, എല്ലാത്തിൻ്റെയും ഒരു ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ സ്ട്രേഞ്ചേഴ്സ് ആണെന്നോ അങ്ങനെയുള്ള തോന്നലുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് നമ്മുടെ ഒരു കുടുംബത്തിൽ കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് സോണിൽ കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ കസിൻ സോണിൽ കിട്ടുന്ന എല്ലാ കംഫർട്ടും എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വാട്ടർഫോൾസിലൊക്കെ ഞാൻ എന്താ പറയുക പോവാൻ പറ്റിയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഇറങ്ങി കുളിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാധിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു അനുഭവം കൂടെ ഇന്നലെ കിട്ടി. വളരെ മെമ്മറബിൾ ആണ്. അതെപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന കുറേ അനുഭവങ്ങൾ കൊണ്ടാണ് ഇവിടുന്ന് പോകാൻ പോകുന്നത്. പ്രാദേശിക സഞ്ചാരത്തിന് ഒത്തിരി നന്ദി. ഹായ്, എൻ്റെ പേര് ശ്രീഹരി. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ പ്രാദേശിക സഞ്ചാരത്തിൻ്റെ കൊമ്പൈ ട്രെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ട്രക്കിംഗ് കഴിഞ്ഞു, ഇന്നലെയായിരുന്നു ട്രക്കിംഗ്. എനിക്കൊരു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്രക്കിംഗ് ആയിരുന്നു. കാരണം മൊത്തം റാൻഡമായിട്ടുള്ള ആൾക്കാർ, എങ്ങനെയാ ഏതാണെന്ന് ഒരു പിടിയില്ല. ബട്ട് വന്നതിന് ശേഷം എല്ലാവരുമായിട്ട് പെട്ടെന്ന് സിങ്കായി. എനിക്ക് തോന്നുന്നത് ഇവരുടെ ഓർഗനൈസേഷൻ ആയിരിക്കും, ഇവർ ഓർഗനൈസ് ചെയ്ത രീതി, പിന്നെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം നല്ല ബെറ്ററായിരുന്നു. ഇനിയൊരു ട്രക്കിംഗ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും പ്രാദേശിക സഞ്ചാരത്തിൻ്റെ കൂടെ ചെയ്യാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ പേര് രതീഷ് എന്നാണ്. നല്ലൊരു എൻജോയ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരണം, ഈ കൂട്ടത്തിൽ കൂടണം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതും പറ്റാത്തൊരു സംഭവം തന്നെയാണ്. അതായത് നമ്മുടെ എന്തോ ബന്ധുക്കളെ നമ്മൾ തിരിച്ച് കിട്ടിയ പോലെയുള്ളൊരു അനുഭവമാണ്. ഇനി ഞാൻ പോവും. എൻ്റെ പേര് സൗമ്യ. ഞാൻ കോഴിക്കോട് നിന്നാണ്. ഞാൻ പ്രാദേശിക സഞ്ചാരത്തിൻ്റെ കൂടെ ആദ്യമായിട്ട് ഉള്ള ഫസ്റ്റ് ട്രിപ്പാണിത്. നമ്മളിവിടെ കൊമ്പൈ ട്രക്കിങ്ങിൻ്റെ അവിടെയാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ. നല്ല വൈബുള്ള ഗ്രൂപ്പാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരാണ്. ഇനിയും കൂടുതൽ ട്രക്കിങ് ഇവരുടെ കൂടെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഏതായാലും ഇതിൽ വന്നു പെട്ടത് വലിയൊരു ഭാഗ്യമായി കരുതുന്നു. കുറേ ഡ്രീംസൊക്കെ ഉണ്ട്. അഗസ്ത്യാർകൂടം പോലെയുള്ള വലിയ വലിയ ട്രക്കിങ്ങുകൾ ചെയ്യണം എന്ന് താല്പര്യമുണ്ട്. അപ്പോൾ അതിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. താങ്ക് യു. നമ്മുടെ കൊമ്പൈ ട്രെക്കിങ് കഴിഞ്ഞിട്ട് ഇപ്പോഴാ ഇന്ന് രാവിലെ ഇവിടെ ബോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ് എല്ലാവരും കൂടിയിട്ട്. ഇന്നലെ രാവിലെ മുതലേ നമ്മളിവിടെ വന്ന് അത്യാവശ്യം മീൻമുട്ടി വെള്ളച്ചാട്ടവും അതുപോലെ അതുമായി ബന്ധപ്പെട്ടെല്ലാം കണ്ട് ഇന്നലെ രാത്രി ഇവിടെ ഈ പ്രദേശത്താണ് നമ്മൾ നിന്നത്. ഇന്ന് രാവിലെ ഈ ഡാമിൻ്റെ വ്യൂവും ഒക്കെ കണ്ട് ഇന്ന് ഈ സമയത്ത് അവിടെ ബോട്ട് വന്നിട്ടുണ്ട്. ആ ബോട്ടിൽ ഇന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് എല്ലാവരും, നമ്മൾ 21 പേരും വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളൊപ്പം ഉണ്ടായിരുന്ന ഗൈഡുമാരും ഒക്കെ വളരെ ഹാപ്പിയിലാണ് നമ്മളിന്ന് ഇവിടുന്ന് തിരിക്കുന്നത്. നമ്മളിതാ കൊമ്പൈ ട്രക്കിങ് കഴിഞ്ഞ് അവിടെ സ്റ്റേ ചെയ്ത് ഇപ്പോൾ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. കൊമ്പൈ എന്നാണ് നമ്മൾ ഇന്നലെ രാത്രി അവിടെ സ്റ്റേ ചെയ്ത് ഇന്ന് രാവിലെ അപ്പോൾ അവിടുന്ന് തിരിച്ച് ബോട്ടിൽ കയറി ഏകദേശം 1 മണിക്കൂറോളം വേണം ഈ ബോട്ട് യാത്ര. എന്നിട്ടാണ് നമ്മൾ നെയ്യാർ ഡാമിൻ്റെ പരിസരത്താണ് പിന്നെ തിരിച്ച് എത്തുക. ഇന്നലെ ഇതേപോലെ തന്നെയാണ് ബോട്ടിൽ തന്നെയാണ് വന്നത്. ഏറെ മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മളിപ്പോൾ യാത്ര അവസാനിപ്പിക്കാൻ പോവാണ്.
ഇത് ഡാമിൻ്റെ ബാക്ക് സൈഡാണ് സാർ, റിസോർട്ടിൻ്റെ ബാക്ക് സൈഡാണ്. വെള്ളം നിറയുമ്പോൾ 4 ഷട്ടറാണ് ഓപ്പൺ ആക്കുന്നത്. 4-6 വർണ്ണൻ്റെ ഇതിലാണ് 4 ഷട്ടർ വെച്ചിരിക്കുന്നത്. നെയ്യാറ്, വള്ളിയാറ്, കല്ലാറ്, മുല്ലയാറ്, ഈ 4 ആറിൻ്റെ ഇതാണ് വെച്ചിരിക്കുന്നത് 4 ഷട്ടർ. അപ്പുറം ഇപ്പുറം 2 കനാലാണ്. കൃഷിക്കാണ് വെള്ളം കൊടുക്കുന്നത്. ഇടത്തെ സൈഡിലെ കനാല് തമിഴ്നാട്ടിലും വലത്തെ സൈഡിലെ കനാല് കേരളത്തിലേക്കാണ്. അത് ഇടത്തെ സൈഡിലെ കനാൽ മാത്രമേ എടുക്കുന്നുള്ളൂ. ഡാമിൻ്റെ തൊട്ടടുത്തുള്ള മലയെന്ന് പറഞ്ഞാൽ കാളിപാറ, അതിൻ്റെ മണ്ടയ്ക്ക് അമ്പലമുണ്ട്. എല്ലാവർക്കും എപ്പോഴും അവിടെ പോകുന്നതാണ്. ഇല്ല, വണ്ടി പോവില്ല സാർ. ഈ ഡാമിൻ്റെ അവിടെ അതുവരെ വരും. അവിടെ ഒരു പൗലിയുണ്ട്. നേരത്തെ ആണെങ്കിൽ അവിടെ എല്ലാം കാണാമായിരുന്നു. ഇപ്പം മരങ്ങളെല്ലാം പൊങ്ങിയുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇല്ല, അതിനാൽ ഡാമിൻ്റെ പുറത്തൂടെ നടക്കാനേ പറ്റുള്ളൂ. അമ്പലത്തിൽ പോകണമെങ്കിലും നടക്കാം. പിന്നെ ഡാമിൽ ഇറങ്ങിയിട്ട് അതിലെ കയറി വരാം. ഇല്ല സാർ, എല്ലാം ചത്തുപോയി. ഇല്ല, ഇപ്പം ഇല്ല. ഇവിടെ നെയ്യാർ ഡാമിന്റെ പരിസരത്ത് എത്തിക്കഴിഞ്ഞു. നമ്മുടെ ബോട്ട് എത്തി. എല്ലാം നമ്മുടെ ആളുകളൊക്കെ ഇറങ്ങാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ നമ്മളോടൊപ്പം നിന്ന 2 പേരാണ് സുരേഷ് ചേട്ടനും അനിലേട്ടനും. നല്ല ഭക്ഷണമായിരുന്നു. അതുപോലെ തന്നെ നമ്മളോടൊപ്പം നമ്മുടെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് വന്ന് അതിനടുത്താണ് അവർ വിറകൊക്കെ ശേഖരിച്ച് നമുക്ക് ഭക്ഷണമൊക്കെ തയ്യാറാക്കി വന്ന് ഇവിടുന്ന് കൊണ്ടുപോയ മീനും ഇതൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൊമ്പൈ ട്രക്കിംഗ് വളരെ വിജയകരമായിട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഏകദേശം 21 പേര് മൊത്തം ഉണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു സ്റ്റാഫ് ആണെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ടാണ്. എല്ലാ നിലക്കും നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ പോയിട്ട് ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഉള്ള സംവിധാനം ചെയ്തു തന്നു. മാക്സിമം ഇവർ നമ്മളായിട്ട് നന്നായി സഹകരിച്ചിട്ടുണ്ട്. നല്ല സർവീസ് ആയിരുന്നു. ഏതായാലും എല്ലാവർക്കും നമ്മൾ നന്ദി പറയാണ്. കപ്പിത്താൻ, നമുക്ക് കാണാം. പോരെ നമ്മൾ ട്രക്കിംഗ് കഴിഞ്ഞ് കൊമ്പൈ ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മുടെ എളാപ്പൻ്റെ കൂടെ. വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലുള്ള ക്രൊക്കഡൈൽ പാർക്കാണ് ഇതിൻ്റെ മേലെ. നമ്മളെല്ലാം കൂടി അത് കാണാൻ വേണ്ടി പോവാണ്. അവിടെ ഒരു 10-12 മുതലകൾ ഉണ്ടെന്നാണ് നമ്മൾ കേട്ടത്. അപ്പോൾ നമ്മളാണെങ്കിൽ പൂളയൊക്കെ പറിച്ച് ഏതൊക്കെ ടൈപ്പ് മുതലാണ് അവിടെ ഉള്ളത്? ഇവിടെ ഇത് സോൾട്ട് വാട്ടർ ബാക്കി അലിഗേറ്റർ ഉണ്ട്. അലിഗേറ്റർ ഒക്കെ തന്നെ ഉണ്ട്.
പിന്നീട് 14 ദിവസം കുഞ്ഞു വിരിഞ്ഞ മുതലുണ്ട്. 1 വയസ്സ് പ്രായമുള്ള ഞാൻ കാണണമെങ്കിൽ വൃത്തിയായിട്ട് കാണാം. മുതലക്കുഞ്ഞ് നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞു, തിരിച്ചു പോവാണ്. എല്ലാവരും തിരുവനന്തപുരത്തേക്ക് ബസ്സിന് പോയിട്ട് അവിടെ നിന്നാണ് പിരിയുന്നത്. 1.5 മണിക്കൂർ യാത്ര ഉണ്ട് തിരുവനന്തപുരത്തേക്ക്. അതിനുശേഷം നമ്മൾ അവിടെ തിരുവനന്തപുരത്ത് വെച്ചിട്ട് നമ്മൾ പിരിയും. ഏതായാലും വളരെ സന്തോഷകരമായ യാത്ര, എല്ലാവർക്കും നല്ല സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞത്. ഇനിയും അടുത്ത ട്രക്കിങ്ങിന് കാണാം. ബൈ. ബൈ.